കാമന ഭാഗം 5 എഴുതിയത് സൂര്യകാന്തി. നരേന്റെ നോട്ടത്തിനു മുമ്പിൽ ഷൈനി ഉമിനീറിറക്കുന്നത് കണ്ടു ജാനി. സാർ, ഞാൻ എനിക്കിതിന്റെ പിറകെ ഒന്നും ചുറ്റിത്തിരിയാനൊന്നും സമയമില്ല മാഡം. വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാതെ എടുത്തതങ്ങ് തിരിച്ചു കൊടുത്തേച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ അവസാന വാക്കിൽ അവന്റെ മുഖത്തെ കടുപ്പത്തിൽ ജാനി വിറച്ചുപോയി. ആ സ്ത്രീയുടെ സ്ഥാനത്ത് താൻ വല്ലോ ആയിരുന്നെങ്കിൽ എപ്പോഴേ ബോധം പോയേനെ. ഉണ്ടായിരുന്ന ഇത്തിരി സൗമ്യതയും നരേന്റെ മുഖത്തു നിന്നും മാറിയിരുന്നപ്പോൾ. ചുമ്മാതല്ല ഇയാൾ പോലീസായത്. ആ നോട്ടത്തിൽ തന്നെ ആരും ഒന്ന് വിറച്ചു പോകും. കുറ്റം തന്റെ തലയിൽ നിന്നും ഒഴിഞ്ഞുവെന്ന് തോന്നിയതും ജാനിയുടെ തളർച്ച തെല്ലുമാറിയിരുന്നു. പോയിട്ട് ആ മാല ഇങ്ങ് എടുത്തോണ്ട് വാ, ഷൈനിയോടായി പറഞ്ഞിട്ട് നരേൻ കൂടെ വന്ന വനിതാ പോലീസിനെ നോക്കി. രജിതയും കൂടെ അവരോടൊപ്പം ചെല്ല്. എന്നാൽ രജിതയോടത് പറയുന്നതിനിടെ നരേൻ കണ്ണുകൾ കൊണ്ട് മറ്റെന്തോ നിർദ്ദേശം കൊടുക്കുന്നത് പോലെയും ജാനിക്ക് തോന്നിയിരുന്നു. ഷൈനിയും രജിതയും പുറത്തേക്ക് നടന്നതും നരേന്റെ നോട്ടമെത്തിയത് തന്നിൽ തന്നെ നോട്ടമർപ്പിച്ചു നിൽക്കുന്നവളിലാണ്. എന്നാൽ മുഖം കടുപ്പിച്ച് അവനൊന്ന് മീശ തടവിയതും ജാനിയുടെ മുഖം കുനിഞ്ഞുപോയിരുന്നു. അയാളുടെ നോട്ടം തന്നിൽ പതിയുമ്പോൾ തന്നെ അടിവയറ്റിൽ നിന്നൊരു ആന്തലാണ്. പിന്നെ മുഖമുയർത്തി നോക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായില്ല. 10-15 മിനിറ്റിനുള്ളിൽ തൊണ്ടിമുതലുമായി ഷൈനിയെയും കൊണ്ട് രജിത എത്തിയിരുന്നു. രജിത തന്റെ കയ്യിലെ മാല നരേന് നേരെ കാണിച്ചു. ഇതാണോ നിങ്ങളുടെ മാല? അതെ സർ. രമ ആവേശത്തോടെ മാല മേടിക്കാനായി അടുത്തതും നരേൻ അതല്പം പിറകിലേക്ക് പിടിച്ചു. ഈ മാല നിങ്ങളുടേതാണെന്നതിന് തെളിവെന്തെങ്കിലുമുണ്ടോ? രമ ഒന്ന് അന്തിച്ചു. മറ്റെല്ലാവരും ആകാംക്ഷയോടെ നരനെ നോക്കുന്നുണ്ട്. എന്നാൽ അത് പോട്ടെ, നിങ്ങൾ എന്തും പറഞ്ഞാണ് സ്റ്റേഷനിൽ വന്നത്? ഒരു കൈ പോക്കറ്റിലിട്ട് മറുകൈ പിറകിലേക്ക് പിടിച്ചാണവന്റെ ചോദ്യം ചെയ്യൽ. അത് മാല നഷ്ടപ്പെട്ടുവെന്ന്. അങ്ങനെയല്ലല്ലോ മാഡം. നിങ്ങളുടെ മാല ഈ നിൽക്കുന്ന ജാനകി ഭദ്ര എന്നയാൾ കവർന്നെടുത്തുവെന്നായിരുന്നു നിങ്ങളുടെ പരാതി, അല്ലേ? രമയുടെ നോട്ടം ജാനിയിലെത്തി. അവരെ ഒന്ന് നോക്കിയതല്ലാതെ അവൾ ഒന്നും പറഞ്ഞില്ല. ഈ കുറഞ്ഞ സമയം കൊണ്ട് അനുഭവിച്ചത്. ഷൈനിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവൾ കുറ്റം സമ്മതിച്ചില്ലായിരുന്നുവെങ്കിൽ ലോകത്തിനു മുൻപിൽ താനൊരു കള്ളിയായേനെ. ജാനിക്കത് ഓർക്കാൻ പോലും കഴിഞ്ഞില്ല. സാർ, ഞാനത് മാല കാണാതെ പോയ വെപ്രാളത്തിൽ. നിങ്ങളുടെ മാല കളവ് പോയതിനാൽ കൺമുന്നിൽ കാണുന്ന ആരിലും ആ കുറ്റം ആരോപിക്കാമെന്നാണോ? അതീവ ഗൗരവത്തിലാണ് ചോദ്യം. അങ്ങനെയല്ല സാർ. ആ കുട്ടിയുടെ കയ്യിലായിരുന്നു ബാഗ്. അതുകൊണ്ടാണ്. എന്നിട്ട് ഇവർക്ക് മുൻപേ ആ നിൽക്കുന്ന ഷൈനിയുടെ കയ്യിലാണ് ബാഗ് ആദ്യം കൊടുത്തതെന്ന് നിങ്ങൾക്ക് ഓർമ്മ പോലും വന്നില്ല? അതിനുത്തരം പറയാനില്ലാതെ രമ തല കുനിച്ചു. കുറ്റം ചെയ്യാതെ ഇവരെ കള്ളിയാക്കിയതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത്. രമ പൊടുന്നനെ ജാനിക്കടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. സോറി മോളെ, ഞാൻ അന്നേരത്തെ ടെൻഷനിൽ വേറൊന്നും ആലോചിച്ചില്ല. സാരമില്ല. വേറെ എന്ത് പറയാൻ? ഒരു നിമിഷത്തേക്കാണെങ്കിൽ പോലും കുറ്റം ചെയ്യാതെ കള്ളിയെന്ന് ആരോപിച്ചപ്പോഴുണ്ടായ വേദനയും വിഷമവും ഒന്നും ഒരു സോറിയിൽ മാഞ്ഞു പോകുന്നതല്ല, അല്ലേ മിസ് ജാനകി? അവളുടെ മുൻപിലെത്തി തറച്ചു നോക്കിയ നരേന്റെ മിഴികളിൽ അവൾ ആ പഴയ ഭാവം കണ്ടു. പക.
അറിയാതെ മിടയിറക്കിപ്പോയിരുന്നു ജാനകി. വെറുതെ ആരെങ്കിലുമൊക്കെ കള്ളനെന്നും കള്ളിയെന്നുമൊക്കെ മുദ്ര കുത്തുന്നത് ശരിയാണോ മിസ് ജാനകി? ചുറ്റുമുള്ളവരെല്ലാം പകപ്പോടെ അവരെ നോക്കുന്നുണ്ട്. ഉം നരേൻ ഒറ്റപ്പുരികം പൊക്കിയതും ജാനി അറിയാതെയാണ് മറുപടി പറഞ്ഞു പോയത്. അല്ല. അതാണ്. കാര്യം ശരിക്കറിയാതെ ആരുടെയും മേൽ കുറ്റം ആരോപിക്കാൻ പാടില്ല. കാണാത്തത് കണ്ടെന്ന് പറയാനും പാടില്ല. വലിഞ്ഞു മുറുകിയ ശബ്ദവും ആ മുഖവും, കണ്ണുകൾ കുറുക്കിയുള്ള ആ നോട്ടവും തന്നിലാണെന്ന് അവൾ കണ്ടു. അവൻ പറയുന്ന വാക്കുകളിൽ ഒളിപ്പിച്ച മുനകൾ കൃത്യമായി അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അന്ന് വിഷ്ണുവേടന്റെ ബാഗിൽ നിന്നും നരേൻ കാശെടുക്കുന്നത് താൻ കണ്ടുവെന്ന് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നിരുന്നു. നരേന് കള്ളനെന്ന പേര് കിട്ടിയത് അന്നാണ്. പക്ഷേ അന്നവൻ ആരും കാണാതെ വിഷ്ണുവേടന്റെ ബാഗ് തുറക്കുന്നത് താൻ കണ്ടതല്ലേ? നരേൻ തന്നെയാണ് അത് എടുത്തതെന്ന് പിന്നെ വിഷ്ണുവേട്ടനും നന്ദേട്ടനുമൊക്കെ ഉറപ്പിച്ചു പറയുകയും ചെയ്തിരുന്നു. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം സത്യമാവണമെന്നില്ല. ഒന്നും ആലോചിക്കാതെ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ അതിന് ഇരയാവുന്നവന്റെ ജീവിതവും സ്വപ്നങ്ങളുമാണ് തകരുന്നതെന്ന് ഇനിയെങ്കിലും ഓർക്കുക. പറയുന്നത് രമയോടാണെങ്കിലും തന്നിലെത്തുന്ന നോട്ടങ്ങൾ ജാനി അറിയുന്നുണ്ടായിരുന്നു. മാല കിട്ടിയതുകൊണ്ട് രമയ്ക്ക് പരാതിയൊന്നുമില്ല. പണത്തിന് അത്യാവശ്യമുള്ളൊരു സമയമായതുകൊണ്ട് ചെയ്തു പോയതാണെന്ന് പറഞ്ഞ് ഷൈനിയും കരഞ്ഞതോടെ നരേൻ അത് കേസാക്കാതെ വിട്ടിരുന്നു. എന്നാലും ഇരുവരോടും സ്റ്റേഷനിൽ വന്ന് എഴുതി കൊടുക്കാനും അതിനുശേഷം മാല തിരികെ തരാമെന്നുമാണ് പറഞ്ഞത്. എല്ലാവരും പുറത്തേക്കിറങ്ങുമ്പോൾ ധൃതിയിൽ പുറത്തേക്ക് നടക്കുന്ന നരേനെ ഒന്ന് പാളി നോക്കി ജാനി രജിതയോടായി ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഞാൻ പോയിക്കോട്ടെ മാഡം? സാറേ, ഇവരെന്നാൽ പോയിക്കോട്ടെ അല്ലേ? രജിത വിളിച്ചു ചോദിച്ചപ്പോഴാണ് നരേൻ തിരിഞ്ഞു നോക്കിയത്. പിന്നെ അവൻ മെല്ലെ അവർക്കരികിലേക്ക് നടന്നു വന്നു. ചുഴിഞ്ഞുള്ള അവന്റെ ആ നോട്ടം കണ്ടതും ഒരു മാത്ര ചോദിക്കാതെ പോയാൽ മതിയായിരുന്നുവെന്നോർത്തുപോയിരുന്നു ജാനി. രജിത ചെല്ല്. ജീപ്പിന് നേരെ മുഖം കാണിച്ച് നരേൻ അവളോടായി പറഞ്ഞതും രജിത ഒരു മാത്ര ആശയക്കുഴപ്പത്തോടെ നരേനെയും ജാനിയെയും ഒന്ന് മാറി മാറി നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ ജീപ്പിനരികിലേക്ക് നടന്നു. സോ, ജാനകി ഭദ്ര, ആഫ്റ്റർ ലോങ് ടൈം, എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? കണ്ടിട്ട് ഇത്രയും സമയത്തിനുള്ളിൽ ആദ്യമായാണ് മുൻപരിചയത്തോടെ അവൻ സംസാരിക്കുന്നത്. പക്ഷേ ആ വാക്കുകളിൽ തെല്ലുപോലും സൗഹൃദമോ സൗമ്യതയോ ഉണ്ടായിരുന്നില്ല. ജാനകി എന്താണ് പറയേണ്ടതെന്നറിയില്ല. എങ്ങനെയുണ്ടായിരുന്നു ചുരുങ്ങിയ സമയത്തേക്കെങ്കിലും കള്ളി എന്ന പേര് ചാർത്തി കിട്ടിയപ്പോൾ? പരിഹാസമാണിപ്പോൾ ആ ശബ്ദത്തിൽ. ഇങ്ങനെയും കള്ളിയും കള്ളനുമൊക്കെ ആവാമെന്ന് മനസ്സിലായോ നിനക്കിപ്പോൾ? ഇതുവരെ കാണാത്തൊരു ക്രൗര്യമുണ്ടായിരുന്നു അവന്റെ മുഖത്തപ്പോൾ. ഇപ്പോഴേ ഇങ്ങനെ തളർന്നു നിൽക്കരുത് വെൺമാടത്തിൽ ജാനകിഭദ്ര തമ്പുരാട്ടി. ഇനി അങ്ങോട്ട് എന്തെല്ലാം കാണാനും കേൾക്കാനുമുള്ളതാണ്. അമർത്തിയ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുന്നവനെ നോക്കി പകച്ചു നിന്നവൾ. ഭീഷണി. അതെ, ഭീഷണി തന്നെയാണ്. ആ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ കടന്നു പോകുമ്പോഴും അവൾ അങ്ങനെ നിന്നു. മിററിലൂടെ തന്നെ നോക്കി മീശ തടവുന്നവനെ അവൾ പിന്നെയും കണ്ടിരുന്നു. ഉള്ളതൊക്കെ പോരാഞ്ഞിട്ടാണ് ഇനി ഇയാളും കൂടെ. കാലുകൾ വലിച്ചു വെച്ച് നടക്കുമ്പോൾ ജാനിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. സ്കൂളിൽ വിളിച്ചു പറഞ്ഞിരുന്നതുകൊണ്ട് നേരം വൈകിയതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അന്ന് മുഴുവനും ജാനി അസ്വസ്ഥയായിരുന്നു.
അതുകൂടാതെ സ്കൂളിലെ കുറച്ചു കുട്ടികളും ചില സ്റ്റാഫുമൊക്കെ രാവിലെ ബസ്സിലുമുണ്ടായിരുന്നു. ചോദിച്ചു വരുന്നവരോടൊക്കെ തന്റെ നിരപരാധിത്വം ബോധിപ്പിച്ച് മടുത്തിരുന്നവൾ. ഇടയ്ക്കെപ്പോഴോ ഓഫീസിൽ എന്തോ ആവശ്യത്തിനെത്തിയ നന്ദനെ പോലും ശ്രദ്ധിച്ചിരുന്നില്ലവൾ. മനസ്സിൽ അയാളുടെ ആ ഭീഷണി നിറഞ്ഞു നിൽക്കുകയാണ്. അല്ലെങ്കിലേ ചെറിയ കാര്യങ്ങൾ മനസ്സിലിട്ട് പെരുപ്പിച്ച് ടെൻഷൻ അടിക്കുന്ന സ്വഭാവവുമാണ് അവൾക്ക്. ഒരു വിധത്തിൽ സമയം തള്ളി നീക്കി വൈകുന്നേരമാക്കിയെങ്കിലും പതിവ് ബസ്സിൽ കയറാതെ ബസ് സ്റ്റോപ്പിനുള്ളിലേക്ക് കയറി നിന്നിരുന്നു ജാനി. അത് കഴിഞ്ഞു വന്ന ബസ്സിലും തിരക്കുണ്ടായിരുന്നുവെങ്കിലും അതിനുള്ളിലേക്ക് കയറി പറ്റിയതും ജാനിയുടെ കണ്ണുകൾ ചുറ്റും പരതി. ഡ്രൈവറുടെ സീറ്റിന്റെ പിറകിൽ നിന്നൊരുത്തി കൈയുയർത്തി കാണിക്കുന്നുണ്ട്. ആരതിയെ ഒന്ന് കാണാനായി തന്നെയാണ് ജാനി പതിവ് ബസ് ഒഴിവാക്കി ഇതിൽ കയറിയത്. ആരതിക്ക് ബി.എഡിന് ഇവിടെ ടൗണിലുള്ള കോളേജിൽ തന്നെയാണ് കിട്ടിയിരുന്നത്. ആരതിയുടെ ക്ലാസിന്റെ സമയത്തിനനുസരിച്ചാണിപ്പോൾ കണ്ടുമുട്ടലുകളൊക്കെ. ബസ്സിലെ തിരക്കുകൊണ്ട് തങ്ങളുടെ ജംഗ്ഷനിൽ ബസ് നിർത്തുന്നതുവരെ ആരതിയോടൊന്ന് സംസാരിക്കാൻ കഴിയാതെ വീർപ്പുമുട്ടുകയായിരുന്നു ജാനി. നരേൻ, അയാൾ തിരികെ വന്നത് നീ അറിഞ്ഞിരുന്നില്ലേ ആരു? കഥ തുടരും.